കാര്യവിചാരം 70. സുഖകരമായ കുടുംബജീവിതം. അച്ഛനമ്മമാരുണ്ട്, ഭാര്യയ്ക്ക് ഭർത്താവുണ്ട്, ഭർത്താവിന് ഭാര്യയുണ്ട്, അവർക്ക് സന്താനങ്ങളുണ്ട്. ഇതൊക്കെ കൂടാതെ അടുത്തതും അകന്നതുമായ പല ബന്ധങ്ങളുണ്ട് നമുക്ക്. എന്നാൽ നമുക്ക് ഒരു പ്രശ്നമുണ്ടായാൽ നമ്മൾ ആരോടാണ് ആദ്യം പറയുന്നത്, ചർച്ച ചെയ്യുന്നത്, മനസ്സ് തുറക്കുന്നത്? ഒന്നോർത്ത് നോക്കൂ. വിവാഹിതരായി കുടുംബജീവിതം നയിക്കുന്നവർക്ക് എപ്പോഴും കൂട്ടിനുണ്ടാകുക ആരാണ്? അതെ, ഭാര്യയ്ക്ക് ഭർത്താവും ഭർത്താവിന് ഭാര്യയും, അല്ലേ? മറ്റുള്ളവരൊക്കെ ഉണ്ടെങ്കിലും അവരാരും എപ്പോഴും അടുത്തുണ്ടാവില്ല, കൂട്ടത്തിലുണ്ടാവില്ല. അതാണ് ഈ ഒരു ബന്ധത്തിൻ്റെ പ്രസക്തി. ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ തർക്കമുണ്ടാകും, പിണക്കമുണ്ടാകും, വഴക്കുണ്ടാകും. ഇതൊക്കെ ഉണ്ടാകണം. ഉണ്ടായെങ്കിൽ മാത്രമേ ആ ബന്ധം സുദൃഢമാകുകയുള്ളൂ. കൽഭിത്തി കെട്ടുമ്പോൾ സിമൻ്റ് ഇട്ടുറപ്പിക്കുന്നത് പോലെയാണല്ലോ. പക്ഷേ പിണക്കങ്ങളും കലഹങ്ങളും ഒരിക്കലും ശാശ്വതമാകരുത്. അവയ്ക്കിടയിൽ സാന്ത്വനത്തിൻ്റെ ഒരു ശീതള ചാറ്റൽ മഴ പെയ്യിച്ച് തണുപ്പിക്കണം. മറക്കുകയും പൊറുക്കുകയും ചെയ്യുകയാണ് ഈ സാന്ത്വനത്തിൻ്റെ കാതൽ. പിണക്കങ്ങൾക്കിടയിൽ അവ തണുപ്പിച്ച് തഴുകി നീങ്ങുന്ന മന്ദമാരുതൻ കുടുംബജീവിതത്തിന് ശാന്തി പകരുന്നു. ഈ പ്രക്രിയകൾ യുവമിഥുനങ്ങൾ ആസ്വദിക്കുകയും വേണം. യുവമിഥുനങ്ങൾ മാത്രമല്ല, വയോധിക മിഥുനങ്ങൾ പോലും ഇത്തരം ആശ്വാസ തീരങ്ങൾ തേടാൻ മരണം വരെ ശ്രമിച്ചുകൊണ്ടിരിക്കണം. തെറ്റ് ചെയ്യാത്തവരാരുമില്ല ഇവിടെ. തെറ്റുകൾ എത്ര വലുതാണെങ്കിലും പൊറുക്കപ്പെടേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. എങ്കിൽ മാത്രമേ ശാന്തിയും സമാധാനവും കുടുംബങ്ങളിൽ നിലനിൽക്കുകയുള്ളൂ. അപ്പോൾ കുടുംബത്തിൻ്റെ രണ്ട് നെടുംതൂണുകളായ ഭർത്താവും ഭാര്യയും ഇക്കാര്യം പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ടതാണ്.